ഡോക്ടർ അവന് പരിശോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇനി കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും വിഷമവും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വലിയ സർജറി കഴിഞ്ഞാൽ ഈ ടെൻഷൻ മാറുള്ളൂ. നമ്മളെല്ലാ കളിച്ച് ചിരിച്ച് എങ്ങനെയൊക്കെ നടന്നാലും നമ്മളൊരു മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളെ മനസ്സിലുള്ള ആ ഒരു ടെൻഷൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങള് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ പോയിട്ട് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പോയതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എൻ്റെ പപ്പയുടെ ആദ്യത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു മെയിൻ കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ്റെ അടുത്ത സർജറി രണ്ടാമത്തെ സർജറി. പിന്നെ രണ്ടാമത്തെ സർജറി ഇത്തിരി വലിയ സർജറിയാണ്. അപ്പോൾ കുറേ ടെൻഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഇന്നെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തൃശ്ശൂർക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പോയതിൻ്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അവന് പരിശോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇനി കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റുകൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സർജറിക്ക് പോകുമ്പോൾ അവിടെ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബറിൽ സർജറി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം. എന്നിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അവിടെ കാണിക്കാം. അപ്പോൾ തന്നെ കാണിക്കാമല്ലോ. പിന്നെ അപ്പോൾ സർജറിയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത്. സങ്കടവും വിഷമവും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ സർജറിക്ക് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ സർജറിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഭംഗിയായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോയി. പക്ഷെ അവന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഇതാണ് അഡ്വാൻസ്ഡ് ആണ്. കുറച്ച് വലിയ സർജറിയാണ്. അപ്പോൾ അത് 8 ദിവസം റെസ്റ്റ് വേണ്ടി വരും. അത് എങ്ങനെയാ ഹോസ്പിറ്റലിലെ ഇനിയിപ്പോ ഇത് എത്ര നാള് ഹോസ്പിറ്റലിൽ തങ്ങിയാൽ പോലും അവന്റെ ആ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പുതിയതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താ സർജറി എങ്ങനെയാണെന്ന്. ഞങ്ങൾ കുറച്ച് വീഡിയോകൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ എപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പറയാത്ത. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നത്തെ ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഹോസ്പിറ്റലിൽ ഇനി പോയി കഴിഞ്ഞ് ഈ സർജറി കഴിഞ്ഞാൽ ഈ ടെൻഷൻ മാറുള്ളൂ. നമ്മളെല്ലാ കളിച്ച് ചിരിച്ച് എങ്ങനെയൊക്കെ നടന്നാലും നമ്മളൊരു മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളെ മനസ്സിലുള്ള ആ ഒരു ടെൻഷൻ അത് എന്താ പറയണേ, അത് ഓരോരുത്തർക്കും എന്താ പറയണേ, ഓരോരുത്തരുണ്ടോ. നമ്മളും മറ്റുള്ള ചെറിയ ഉണ്ണികളൊക്കെ ഓരോ അസുഖങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയണ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുകൾ കണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട് മക്കള് എന്നുള്ള ഒരു ഇതില് കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ ഒരിക്കലും ഒരു അസുഖം വരാതിരിക്കട്ടെ. ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം പോലും വരാതിരിക്കട്ടെ. എന്താ പറയാ, നമുക്കതൊക്കെ കാണുമ്പില്ലേ അവരെ നമ്മളെ മക്കളല്ലെങ്കിലും നമ്മളെ മക്കളാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് വിഷമമാണ്. ഇപ്പൊ എൻ്റെ മോൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് ടെൻഷനുണ്ട്. ഒരുപാട് ടെൻഷനുണ്ട്. ഞങ്ങൾ കളിച്ച് ചിരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സത്യം പറയാലോ, ഇത് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കുക പറയാ സത്യത്തില് എന്താ പറയണ നെഞ്ചിനകത്ത് വലിയൊരു ഭാരം കൊണ്ട് നടക്കുകയാണ് നമ്മൾ സത്യത്തില്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാം ശരിയാവും. ഈശ്വരൻ എല്ലാം ഓക്കെ ആക്കി തരും. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. പേരുണ്ട്. അതെ, ഇതിനകത്ത് ഇപ്പൊ ഇങ്ങനെ ഈ വീഡിയോ ചെയ്തതിനും വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡാക്കണില്ല. ഞങ്ങൾ ഇപ്പൊ ഇത്രയും കാലം ഒരു 3 വർഷത്തോളമായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം. ഞങ്ങളെ ഇപ്പോഴും പരിഹസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ അത് പിന്നെ പറയല്ല, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പരിഹസിക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും തളരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ. അതിലിപ്പോ ചിലപ്പോ പല കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ പലരും ഉണ്ടാവും. അതൊന്നും ഞങ്ങൾ മൈൻഡാക്കണില്ലേ കേട്ടാ. ഇത് എന്താ പറയണേ, നമ്മള്
ഒക്കെ ഒരു ഏണിങ്സ് എന്നതിനേക്കാൾ അപ്പുറം നമുക്കൊരു ഞങ്ങളുടെ സമയം പോകാനുള്ളത്, ഞങ്ങളുടെ സമയം ചെലവഴിക്കാനുള്ള ഒരു സ്പേസും കൂടി ആയിട്ടാണ് ഞങ്ങൾ തന്നെ കണക്കാക്കുന്നത്. അപ്പൊ സത്യത്തില് ഞങ്ങൾ അത് തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെ ഇരുന്നുണ്ടായത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സൈഡ് ഇൻകം കൂടി ആയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ യൂട്യൂബും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്താ പറയുക, ഞങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ്. കാരണം ഞങ്ങൾ കൂടുതൽ അങ്ങനെ പുറത്തൊന്നും പോയിട്ട് വലിയ വലിയ യാത്രകൾക്കോ അങ്ങനെയൊന്നും ഞങ്ങൾ പോകാറില്ല. കൂടുതൽ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പിന്നെ കൂടുതൽ ഞങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. തൃശ്ശൂര് പോവും. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ ഒരുപാട് ഇങ്ങനെ കറങ്ങിയടിച്ചെടുക്കണ ഒരു ഫാമിലി ഒന്നുമല്ല. അപ്പോ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ആയിട്ടിരുന്ന് സന്തോഷത്തിലിരിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. എന്നാ ഞങ്ങൾ തീരെ പോവാറില്ല എന്നല്ല കേട്ടോ, ഞങ്ങള് യാത്രകളൊക്കെ പോവാറുണ്ട്. ഞങ്ങൾ അത്യാവശ്യം പുറത്തും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ രണ്ടുണ്ണികളുള്ള കാരണം രണ്ടുപേരും എടുക്കുക, പിന്നെ വീഡിയോ എടുക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വേറെ ആരും നമുക്ക് എടുത്തു തരാനൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴാണെങ്കിലും വീഡിയോ ഇടുമ്പോൾ കുറച്ച് ലേറ്റ് ആവണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. പക്ഷെ ലേറ്റ് ആവണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒന്നും സമയം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിക്കാരിയാണ്. എന്താ പറയണേ, ഞങ്ങളെ മൂത്താളെ പോലെയല്ല. മൂത്താള് ഭയങ്കര ചെറുപ്പം മുതൽ അവനൊരു ഭയങ്കര ശാന്തത. ഇപ്പോഴാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കളിപ്പാടങ്ങൾ കിട്ടിയ അത് അവിടെ വെച്ച് കളിച്ചിങ്ങനെ. പക്ഷെ മറ്റേ ചെറുതങ്ങനെയല്ല, ചെറുതാളങ്ങനെയല്ല. ഒന്നാമത്തെ പറഞ്ഞ മനസ്സിലാവാനുള്ള പ്രായത്തില്ല. എന്നാൽ പോലും അല്ലെങ്കിലും ഈ ഭയങ്കര വാശി അവൾക്ക്. ഭയങ്കര വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അടുത്ത് വേണം. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒന്നിച്ചുള്ള വീഡിയോസ് നമുക്ക് ആ ഒരു പറ്റാത്തതൊക്കെ, പിന്നെ ജോലിയുടെ ആ ഒരു ടൈമിങ്ങും അതൊക്കെ കൊണ്ടാണ്. അപ്പൊ പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങള് വീഡിയോസ് ഒക്കെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക കേട്ടോ. ഞങ്ങളുടെ ഈ കുഞ്ഞു കുടുംബത്തിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ നന്ദി പറയണു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോ അതെ, നമ്മളെല്ലാവരും ഫാമിലി എന്നുള്ള ഒരു രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.